നോക്കിയോട്ടാ ഗോണ്ട വന്നിട്ട് ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കട്ടെ നോക്കി ആ സൗണ്ട് കേൾക്കേണ്ട സമയം എന്താ രാവിലെ പുല്ലുപറ തുടങ്ങിട്ടാ പുല്ലുപറ കല്ല് തീറ്റ ഷോപ്പിങ്ങിന് പോയിട്ട് വരും നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവര് നിങ്ങൾ ഫോൺ എന്തിനാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിക്കുന്നത് അതിന്റെ മുകളിൽ മൗണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സൂന മേടിച്ചു ചിക്കൻ്റെ മുകളിൽ ആ ലെമണിൻ്റെ ഒക്കെ ടേസ്റ്റ് ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അച്ഛമ്മ ആ ഫ്രിഡ്ജ് അവിടെ നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വീണ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ എല്ലാം തുറക്കണ വരെ വെയിറ്റ് ചെയ്തിരിക്കും തുറന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി അനലൈസ് ചെയ്ത് സ്കാൻ ചെയ്ത് ഗുണ്ടയാ നമുക്ക് ഇവളോട് സ്നേഹമില്ല അത്ര കൊള്ളേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുക ഇവളെന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്ന് വിച്ച് ഈസ് ട്രൂ ലിറ്റിൽ ബിറ്റ് ഏത് ഇഗ്നോർ ചെയ്യുന്നതേ നമ്മൾ ഇവളെന്നെ ഡെലിബറേറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നതല്ല ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ് ഇവൾ ഏത് നേരം അമ്മായി നമ്മുടെ മേലെ ഒന്ന് ചാരി നിൽക്കണം സോ യു ആർ ഫീലിംഗ് ഇവളെന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യും ഇവളെന്നെ ഇതാക്കുന്നു ഇനി അതിൻ്റെ ഒരു നരേഷനും കൂടെ പറയാം എല്ലാത്തിനും നമുക്കൊരു ഡെമോ വേണമല്ലോ നോക്കുക ട്വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ട്വിൻസ് ഇപ്പം ഞങ്ങൾക്കും ആദ്യമായിട്ടാണ് ട്വിൻസ് അപ്പോൾ ഇവരെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഇത്ര 100% സ്നേഹം 100% ഫുഡ് 100% ശുശ്രൂഷ അങ്ങനെയല്ല ആരും ഒരു കുട്ടീനെ നോക്കുക അപ്പോൾ ഇതിലിപ്പോൾ ഇവൾക്ക് ചിലപ്പോൾ നമ്മുടെ മേലെ ഇങ്ങനെ വന്നിരിക്കുന്ന പോലത്തെ ടെൻഡൻസി കൂടുതലുണ്ടാവും അപ്പോൾ ഇവള് നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ നമ്മൾ അവളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ പോലെ തോന്നും അവൾ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിപ്പോകുന്ന ക്യാരക്ടറാണ് അവളവിടെ ഇങ്ങനെ നടക്കും കുറച്ച് കുറുമ്പിയാണ് അങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ കമൻറ്റ് കുറേ പേര് ലൈക്ക് ചെയ്യുകയും അടിയിൽ ഞങ്ങൾക്കും തോന്നി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ അച്ഛനമ്മമാരാണോ ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് ആണോ എന്നൊന്നും അറിയില്ല ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളെ രണ്ട് കാറ്റഗറിയിലൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ ഈവൻ പ്രിങ്ങുവിനെ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് യെസ് ഓഫ് കോഴ്സ് പ്രിങ്ങു ഈസ് എ 9 year old ചൈൽഡാണ് അവളെന്നെ അവളുടേതായ സ്പേസിൽ നിങ്ങൾക്ക് 9 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത് അവൾക്ക് അവളുടേതായ ഇൻഡിപെൻഡൻസി ഉണ്ട് പുള്ളിക്കാരിയുടേതായ സാധനങ്ങളുണ്ട് അത് ഡെവലപ്പായി വരുന്നുണ്ട് അവിടെ ഓരോ പേരൻസും അവരെ നോക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായിരിക്കും അത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നണതാണ് പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂൾസാണ് ആ റൂള് നിങ്ങളുടെ വീടുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാറ്റങ്ങളുണ്ടായിരിക്കും ഇയാളെന്താ ഇങ്ങനെ ഇവരുടെ അമ്മ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ദാറ്റ് എൻവയോൺമെൻറ്റ് മേ ബി എ ടഫർ എൻവയോൺമെൻറ്റ് ഓർ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് കൾച്ചറൽ വൈസ് ജനിച്ചു വളർന്ന സാഹചര്യം വൈസ് ഇവിടുത്തെ ഫുഡിൻ്റെ വൈസിലൊക്കെ മാറ്റമുണ്ടാവും സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അത് നമ്മൾ പറഞ്ഞ് അത് സ്ഥിരീകരിക്കല്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെ അല്ലാണ്ട് ഇറക്കി എസ്മയ്ക്കും ക്ലാസ്സിലിട്ടിട്ട് 650 ഗ്രാം സ്നേഹം എസ്മയ്ക്ക് 350 ഗ്രാം സ്നേഹം ഏറിക്കൊന്നുമില്ല ഡേ ഓ സമാധാനം ഇല്ലാത്ത പോലെ ഇരിക്കണം ഓ ഇപ്പം തന്നെ 100 ml പാല് കുടിച്ചോളല്ലോ എന്താ ചുമ്മുൻ്റെ ഏതരാ ആ ഏതറ കൊടുക്കറ മുട്ട ആ ഏത് എണീറ്റ് നിന്നോട്ടോ അതെ പാത്രത്തിലേക്ക് പോച്ച ആടും അത് സന്തോഷം പുറന്നിരിക്കും അവിടെ ഇരിക്കപ്പുറത്തില്ല ആ എടുത്തു ആയി നിർത്തു നിനക്ക് വേണ്ടേ നിനക്ക് വേണോ നീ അത് പോയിട്ട് വീണ്ടും ആ കടാ ഇതന്നെ നിനക്ക് വേണ്ടേ വേണ്ട നീ കുറച്ച് കഴിക്കേ നീ എൻ്റെ വായിച്ച് കുത്തിത്തിരിക്കുന്നതല്ലേ നീ കഴിക്കറേ നിനക്ക് വേണ്ടേ നോ നോ നീ അവൾക്ക് നിന്റെ വായിക്കട്ടെ നന്നായിട്ടുണ്ട് എൻ്റെ മുട്ട എടുത്തിട്ട് തിന്നണം ഇപ്പോൾ മതിയാവാണ്ടേ അല്ലേ അച്ഛമ്മ ഓ ഡേ വിരല് ചൂണ്ടി അപ്പച്ചൻ എൻ്റെ മുട്ട തൊട്ടാ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കുട്ടി നിങ്ങൾക്ക് ആർക്കും ഫുഡൊന്നും ഇല്ലല്ലോ അവിടെ പുറുങ്ങുവിൻ്റെ പോലെ വീഡിയോയിൽ വരാനായിട്ട് ഇവിടെ വന്നിട്ട് തിന്നണം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട്
കുറുങ്ങ് വീട്ടിൽ വരാൻ വേണ്ടി ഇടയിൽ കയറി നിന്നിട്ട് അവിടെ മുട്ടയുടെ വെള്ളം ഉണ്ട് മോനെ. ഇന്നലെ ഞാൻ എടുത്ത. എനിക്കിഷ്ടമാണ് കേട്ടോ. അതെന്താ ചെയ്യാ, അതിനകത്ത് ഒരു ഉണ്ണി വീണു പോയി. മാറി മാറി ഞാൻ കൊടുത്തോട്ടെ. ഇനി എന്തിനാ മോൻ കൊടുക്കണേ? ഞാൻ കൊടുത്തില്ലേ. ഞാൻ വീട്ടിൽ വരാൻ ഞാൻ ഉപ്പിട്ടില്ലേ. ഉപ്പിടണ്ട. എന്നതാണോ ഈ തിന്നതിനേക്കാളും ചവിട്ടി ചവിട്ടി പരത്തി. ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്ത. ഒന്ന് എണീക്കുക. മുട്ട തുടച്ചു കളയട്ടെ. എന്ത്? ഓ, ഇവിടെ ഇരിക്കാൻ ഒരു കസേരയില്ലേ? ഈ ആര് മറ്റേ നീ മറ്റേ ഇത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? എന്തിനാ പിങ്ക് ബുള്ളി? ബുള്ളി. ഒരു കാര്യം ചെയ്യാം, ഒരു മുട്ടട്ര ഞാൻ പൊട്ടിച്ചിട്ട് തലയിൽ കൂടെ വെച്ചുതരാം. മൊത്തം കയറ്റേ ഒരു സമാധാനം കിട്ടിട്ട്. അമ്മ അതുകൊണ്ട് കുട്ടികൾ ഇനി നിനക്ക് വേണോ? ലച്ചഫ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലാൻ ഉണ്ടാക്കിണ്ടാ? കിണ്ണത്തപ്പം. ഓ ഇത് നോക്കണേ, മുഖം നോക്ക് നോക്ക്. അത് ചവച്ച് തുപ്പി ഇത് ഏച്ചമ്മ വാരി തിന്നാ. അത്രയ്ക്ക് ദാരിദ്ര്യ കുട്ടിക്ക്. കണ്ടേ, ഒരു ഫുഡ് കളയില്ല കേട്ടാ. എന്നാ മേടിച്ചരാ ഹാങ്ങർ. എൻ്റെ അമ്പോ ഡാഡ അല്ല അത് അമ്മയാ. സോറി, ക്ഷമിക്കണം. എൻ്റെ നോട്ടം നിർത്തിക്കോട്ടാ. അവൾക്ക് തിന്നോട്ടെ, നനക്കിപ്പോ എന്തിന്റെ കുഴപ്പാ? അവൾക്ക് വേണമെങ്കിൽ അവള് തിന്നോട്ടെ, നനക്കെന്താ കുഴപ്പം? ഓ മതി. എന്തൊക്കാ ഇതൊക്കെ ഇത് ഇറക്കണില്ലേ? എന്തൊരു കാണിക്കണേ? ഒറ്റ കടി ഒറ്റ വിഴുങ്ങല്. നീ ഒറ്റ കടി വായിലിട്ട് ഉരുട്ടില്ലേ? മതി അച്ഛമ്മ. മതി. രാവിലെ പുല്ലുപറ തുടങ്ങിട്ടാ. പുല്ലുപറ, കല്ല് തീറ്റ. അത് തിന്നില്ലേ, ഇറക്കില്ലടി. ഓ ഇതൊക്കെ യസ്മ എന്താ തിന്നണേന്ന് നോക്കിയിട്ടാട്ടോ ഒരാളിരിക്കണേ. അല്ലല്ലേ, ചെളി തിന്നണം കുട്ടികൾ 2 വയസ്സ് വരെ. അതറിയില്ലേ നിനക്ക്? നോക്കിയേ, ഉടുപ്പൊക്കെ നോക്കിയേ രാവിലെ. ഇറമ നല്ല രസമായിട്ടുണ്ട് കേട്ടാ. അച്ഛമ്മ പുല്ലെല്ലാം പറിച്ചാ? കണ്ടാ, നിങ്ങളെ കുട്ടികളൊക്കെ പണിയെടുക്കും എത്ര ചെറുപ്പത്തിലേ. കണ്ടാ പുല്ല് പറിക്കുന്ന കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? ഡാട കണ്ടാലും അതിൻ്റെക്കാറില്ല. കുട്ടികൾ പുല്ലൊക്കെ തിന്ന് തന്നെ വലുതാവുക. ഇത് കണ്ടാ കുട്ടികൾ പുല്ല് പറിക്കുക. അങ്ങനെ കുട്ടികൾ കണ്ടാ ഇത്ര ഭംഗിയിൽ പുല്ല് പറിക്കണേ. എൻ്റെ അമ്മാമ്മ വരെ പറിക്കില്ലേ പുല്ല്. കണ്ടാ എച്ചമ്മ ഇവിടുന്ന് പോവാട്ടാ. ഏറെ അവിടേക്ക് ആദ്യം എത്തിയത് കേട്ടാ. അപ്പോൾ ഇവിടുന്ന് എച്ചമ്മ എന്നെ നോക്കിയിട്ട് നോ, ഇവള് നോ എന്നിട്ട് പോയി നോ. ഇങ്ങനെ പോയിട്ട് അവിടെ നിൽക്കണോ? രണ്ടുപേരും എന്താ ഇങ്ങനെ നിൽക്കണോ? എന്തിങ്ങനെ നാപ്പീരെ കനം കൊണ്ടാണോ? പുട്ട ആ പൂവ് പറഞ്ഞു. എന്ത് എന്തൊരു കഷ്ടം നോക്കിയാ. കാശ് കൊടുത്ത് മേടിച്ച ചെടി അതൊക്കെ. ഏത് ചെടിയാ കാശ് കൊടുത്ത് മേടിച്ചത്? നോട്ടെ, അത് പറിക്കാൻ പറ്റുമെന്ന്. ഓ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടേക്കാം. ഒന്ന് ശുശ്രൂഷ. ഇവിടെ ഉണ്ടേ വല്ല ചെടി ഇപ്പുറത്ത്. ഇന്ന് രാവിലെ ഫോട്ടോ എടുത്താ? ഇന്നത്തെ രാവിലത്തെ ഫോട്ടോ എടുത്തില്ല. ഇവിടുന്ന് ഒരു ഫോട്ടോ ഇവിടുന്ന് എടുക്ക്. എവിടുന്ന് എടുക്കാറില്ല ഇങ്ങനെ പ്ലീസ്. 3, 2, 1. ലഞ്ചിന് റോസ്റ്റ് ചിക്കൻ്റെ കൂട്ടത്തിൽ എന്താ വേണ്ടേ? ഞാൻ റോസ്റ്റ് ചിക്കൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് എന്നാ വേണ്ടേ? റൈസ് വേണോ പൊട്ടേറ്റോ വേണോ? പൊട്ടേറ്റോ വേണോ? റൈസ് മതിയാ? എന്താ റോസ്റ്റ് ചിക്കൻ മാത്രം മതിയാ? ഓക്കെ. ഒരു ചെടി പോലെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട്
അല്ലെങ്കിൽ ഇവിടെ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ നല്ല കളർ പൂവായിരുന്നു അത്. പൂ പൂന്ന് പറയാ അറിയാല്ലേ? ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട് കേട്ടാ. പൂച്ച ഞാൻ അവിടെ ഇത്ര നേരം ഇരുന്ന് ഞാൻ കണ്ടുപോലും ഇല്ല. വല്ല ഒരു ബുദ്ധിമുട്ടുണ്ടോ നോക്കിയേ, കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിരുന്നില്ല. ഇല്ലെച്ചെങ്കിൽ അത് വീഡിയോ എടുക്കായിരുന്നു. ഗോൾഡേ ഗോൾഡേ ഓ ഗോൾഡേ എന്ന് വിളിക്കുമ്പോൾ രണ്ടാൾക്കാർ എന്നെ നോക്ക്. ഓ മാഡം, നീ ഇപ്പം എങ്ങനെയാ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നേ? ആ എല്ലാത്തിൻ്റെ ഉള്ളിലും കയറും. ഇനി ഇറങ്ങണം. ആ ഫൈൻഡ് യുവർ ഓൺ വേ ഔട്ട്. ആ ഇത് പിന്നെ അങ്ങനത്തെ പരിപാടിയില്ല. അവിടെ എന്നിട്ട് വായിലിട്ടെ ഏരമ്മ മറന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിലിരിക്കണെന്നുള്ളത് മറന്നു. മറ്റേത് അമ്മ ഉടുപ്പൊക്കെ ഊരി കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. നിറച്ച് മണ്ണ വായിലും മൂക്കിലൊക്കെ ഇലയിരിക്കണേ. ഓ ഇതൊക്കെ എന്തപ്പോൾ ധൃതി ടി വിയിൽ പരസ്യം കാണാഞ്ഞിട്ട്. അമ്മേ ആ ഇരുന്ന് കരഞ്ഞോ? നീ ഇറങ്ങിക്കോ, ഞാൻ രക്ഷപ്പെടുത്തൊന്നുമില്ല. കാലൊക്കെ സൗണ്ട് ആരാ പറഞ്ഞേ? ഇടുവാ വീണ്ടുവാ. നീ എങ്ങനെ ഇറങ്ങുക? എങ്ങനെയാ എൻ്റെ ഉള്ളിൽ എത്തിയപ്പോ? ഈ കാല് കൊടുക്കുക ഉള്ളിലേക്ക്. ആ നീ കെറ്റപ്പിയേ പതുക്കെ എണീക്കേ, ഇങ്ങോട്ട് വയ്ക്കേ. നീ ഇങ്ങോട്ട് പോ. ആ വലിയ ഇതിൽ ഇറങ്ങി നിന്നതാണല്ലോ ചാടിയിട്ട്. ആ എല്ലാ പോത്തിൻ്റെ ആരെങ്കിലും പറഞ്ഞു എങ്ങനെയാ എൻ്റെ ഉള്ളിൽ പോയത്? ഞാൻ കണ്ടില്ലല്ലോ നീ പോയത്. ഇനി ഉറങ്ങിയ എല്ലാവരും ഡാഡയ്ക്ക് കുക്കിംഗ് ഉണ്ട് കൂടെ. സൗണ്ടും ഇല്ല, തൊണ്ടയിൽ നിറച്ച് കുരു വന്നിട്ട് പൊട്ടിയിട്ടേ. കുട്ടി എടുത്തോ? ഓ ചീറ്റിക്കോ. നീ എടുത്തോ പറഞ്ഞോ. ആ ഓളുടെ പിങ്ങ നല്ല രസമുണ്ടായിരുന്നു. എച്ചമ്പതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഷീ ഗോട്ട് ലോക്ക്ഡ് ഇൻ. ഇതാ നോക്കിയോട്ടാ ഇതേട്ടാ ഇതാ പോണൂട്ടാ. ഇതേപോലെ നേരത്തെ അതിൻ്റെ ഉള്ളിലിരുന്നു. ആ ഇപ്പം വലിയ ധൈര്യമില്ല. ഗായ്സ് ഗോൾഡ് തുണി മടക്കി വയ്ക്കുകയാണ് കേട്ടാ. അവള് പണിയെടുക്കണ വീഡിയോ ഞാൻ എടുക്കണില്ല എന്ന് പറഞ്ഞു. ആ നമ്മുടെ മാഡംസ് എന്നിട്ട് ചേച്ചി വരുന്നുണ്ട്. ഓ അയ്യോ വായോ, കൊട അമ്പാരിയൊക്കെ ആയിട്ട് വായോ. എവിടെ ഇരിക്കവിടെ? ഹായ് നിലത്തിരിക്കുന്നീ. എച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് അപ്പോൾ വരും. ആ ഇവിടെ പോന്നോ? ഇത്ര നേരം ഇറങ്ങിയാ? അങ്ങനെ ഇറങ്ങി കാണിച്ചു കൊടുക്കല്ലേ പിങ്ങ. ഇനി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ അങ്ങനെ ഇറങ്ങാൻ നോക്കൂ. അപ്പോൾ ആ അവളങ്ങനെ ഇറങ്ങില്ല, അതിനുള്ള ബുദ്ധിയുണ്ട്. ആ ഒരാൾ മുകളിൽ നിന്ന് കരഞ്ഞു കാണിക്കും. ആ തിരിക്കുന്നുണ്ട്. അല്ല ഏറല്ല, എച്ചമ്മ എങ്ങനെയാ പറഞ്ഞേ? ആ എച്ചമ്മ തിരിയും. ഇപ്പോൾ അവിടെ നിന്ന് ഫുള്ള് സ്റ്റെപ്പ് തിരിയും. കണ്ടോ? വരണ്ടേ നീ എൻകറേജ് ചെയ്താൽ മതി. തിരിഞ്ഞു. ആ അങ്ങനെയൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ടേ. ആ ഓടാ അച്ചമ്മ. ആഹാ ഇതെന്താ ഞാനും തിന്നണമെന്ന് ചോറ് തന്നെയാ. ആ ഗുഡ് ഗീവ് ഇറ്റ് ടു അമ്മ. എന്നെ ഏയ് സ്ട്രൈറ്റ് ആവട്ടെ, ഞാൻ പെട്ടെന്ന് സ്ട്രൈറ്റ് ആവും. ആ തിരിയേ ടേൺ. ആ ടേൺ ഞാനേ ലേശം ഞാൻ ഫുള്ള് ടേൺ ചെയ്തിട്ട് ചുമര് വിളിച്ച് പോകാനല്ല പറഞ്ഞേ. വേറെ ടേൺ. ഇത് എന്തിന്റെ കേടാ കുട്ടി നിനക്ക്? ഇതായത് നോക്ക് വലേ വാ, വാ തിരിഞ്ഞു വാ.
ലക്ഷ്മേ തിരിഞ്ഞു വേണ്ട, അവിടെ പ്രോണി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോണി. മീൻ ടൈം നമ്മുടെ ചിക്കൻ നോക്കിയാ, ഇത് നമ്മുടെ ഫ്രൈഡേ വീഡിയോയ്ക്കുള്ള ചിക്കൻ ആട്ടാ. അതല്ല ചിക്കൻ നമ്മുടെ കുക്കിംഗ് സ്പെഷ്യാലിറ്റി റോസ്റ്റ് ചിക്കൻ, നഹരത്തിലെ ഹോളി അതാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലെൻറ്റി ബട്ടർ യു ക്യാൻ സീ കളക്റ്റഡ് അണ്ടർനീഫ് ഹിയർ. ഞാനിതിൻ്റെ മുകളിൽ ബേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സ്കിൻ ഈസ് ഗെറ്റിംഗ് ക്രിസ്പിയർ ആൻഡ് നൈസ്ലർ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുള്ളിയോ നൈസ്. ശിവമണിയിൽ സ്റ്റീഫൻ ദേവസി, കാരണം പാട്ട് പാടിയിട്ട് കീബോർഡിൽ അടിച്ച് കുട്ടണുള്ള അതാണ് ഇറമ. അല്ലേ ഇറമ? കുറച്ച് നേരത്തെ ആ മൈക്ക് പിടിച്ചിട്ട് പാടുന്നതായിരുന്നു. ശരിക്കും നല്ല രസമുണ്ട്, കാരണം അവളത് പിടിച്ചിട്ട് ആ അല്ലേ ഇറമ? ഒട്ടിക്കോ? ആ ഇത് പിന്നെ വേറെ പാട്ട് കഴിയാ, PVC പൈപ്പിൻ്റെ അകത്താ പാടുന്നത്. ബാപ്പുവാ ഷോപ്പിങ്ങിന് പോയിട്ട് വരും നമുക്ക്. എച്ചമ്മ കമ്മോ ലെറ്റ്സ് ഗോ. എടു ലെറ്റ്സ് ഗോ. നോക്കിയോട്ടെ, ഗോണ്ട വന്നിട്ട് ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കട്ടെ. നോക്കി ആ സൗണ്ട് കേൾക്കേണ്ട സമയം. എന്താ ധൃതി പാഞ്ഞിട്ടാ വരണേ, എത്ര സ്പീഡാ നോക്ക്. അപ്പോഴേക്ക് ആളെത്തി. ഏറുമ്മയ്ക്കാ ആ ഏറും നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ ഞങ്ങളെന്നെ. എച്ചമ്മ സ്ട്രൈറ്റാ, എല്ലാം സ്ട്രൈറ്റ് ഇറങ്ങും. ഇത് കണ്ടില്ലേ കല്ലേ പാപ്പുവാ. പിങ്ങ അപ്പുറത്തേക്ക് കളിക്കാൻ പോയിരിക്കാം. ജോസേ ആ ജോസ് അവിടെ ഉണ്ട്. ജോസ് ജനറലിൽ കൂടെ നോക്കുന്നുണ്ട്. ജോസേ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. അവളുടെ ഇവിടെ വന്നിട്ടാ. ഇവിടുന്ന് ട്രോളി എടുക്കുക. ട്രോളി 2 ട്രോളി എടുത്തിട്ട് കുട്ടികളെ ഇരുത്തി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ആങ്കർ മേടിക്കാൻ വന്ന് ഇനി പോവുക. ഇതെന്താ ആങ്കർ മാത്രം ഇത്രയ്ക്ക് അധികം? അല്ല ആങ്കർ മാത്രം മേടിച്ചാൽ മതിയില്ലേ ഇവിടുന്ന്? 3 ബോക്സ് ആങ്കറാ. ഇത് ഇനി ആങ്കർ വയ്ക്കാൻ വീട്ടിൽ സ്ഥലം ഉണ്ടാവും. ഇത് നല്ല ആങ്കറാണെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ഓക്കെ എന്നാ വാ, ഇത് മതിയാ? 3 ബോക്സ് മതിയാ? ഇനി ട്രോളികളിൽ മുതലിനെ എവിടെ ഇരുത്തും? വേണ്ട വേണ്ട സമയമില്ല. എൻ്റെ ചിക്കൻ റോസ്റ്റ് ചെയ്ത് ഓക്കെ പോവാപ്പാ. കണ്ട ഏറപ്പന് വണ്ടി മേടിക്കാൻ പറ്റിയില്ല കേട്ടാ. എച്ചമാ നീ കാരണോ, നീ മാത്രം ഇതിൻ്റെ മുകളിൽ ട്രോളിയുടെ മുകളിൽ പെട്ടു. ഏറപ്പന് എന്നെ സെൻറ്ററിൽ ഇരുത്ത് തരുന്ന കുറച്ച് നേരം. സാരില്ല, അവൾ കുഴപ്പമില്ല. അവൾ ആവശ്യത്തിന് എന്തെങ്കിലും സഞ്ചരിക്കുന്ന അവളാ. വെരി മൂവ്മെൻ്റ് ലേഡിയാണ് അവൾ അല്ലേ എച്ചമോട്ടെ? ആണോ എച്ചമേ? I was a fun ride. Looks like. എന്തൊരു നോക്കണേ, പരുന്ത് നോക്കണ പോലെ അവിടെ കിടന്ന് ചാടി മറിയുക. ഞങ്ങൾ രണ്ടുപേരും ദേ ഗോണ്ട സോപ്പ് ചീപ്പ് കണ്ണാടി ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചു. ഞാനാണെങ്കിൽ ഇതേ കാറിൻ്റെ മുകളിൽ ഫോൺ കയ്യിൽ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ആൾക്കാർ തിരക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഫോൺ എന്തിനാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിക്കുന്നത്? ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സുന മേടിച്ചു. സത്യം പറഞ്ഞാൽ സുന മേടിക്കാണ്ടില്ല, ഒരുപാട് സാധനം മേടിച്ചത് ഒന്നും നേരെ ചൊവ്വയായിട്ടില്ല. ഇപ്പോൾ അതേ ഒരെണ്ണം പുതിയതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് വർക്കാവുന്നതാണ് പറയണേ. നമ്മുടെ സിംസൺ ചേട്ടൻ പറഞ്ഞതാ. നമുക്ക് നോക്കി വെക്കാം. എന്നിട്ട് ഹാർഡ് ലോക്ക് എന്താണെന്ന്. ഇത് ശരിയായില്ലെങ്കിൽ സിംസൺ ചേട്ടനെ ഞാൻ 2 കുപ്പി കള്ള് തലയിലടിച്ച പൊട്ടിക്കും. ആഹാ ചേട്ടൻ എന്തിനാ നീ എന്തിനാ അങ്ങനെ കളഞ്ഞ നീ ചോദിക്കൂട്ടിനോട്. ഹലോ ഇതേപ്പോൾ പുതിയ കിടുതാപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ അങ്ങനെ പിടിക്കണ്ട. അപ്പോൾ പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മറ്റേ ക്യാമറയിൽ നമുക്ക് വൈഡ് ആംഗിൾ കിട്ടും. ഇതിൽ വൈഡ് ആംഗിൾ കിട്ടണമെങ്കിൽ ഇത് തിരിച്ച് പിടിച്ച് വെക്കണം, എന്നാലേ വൈഡ് ആംഗിൾ കിട്ടും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തിരിച്ച് ഒന്നും ഉണ്ടായിരിക്കും. എൻ്റെ പൊന്നെ ആദ്യോള് അതേ സൗണ്ട് ഉണ്ടാക്കി ഇവിടുത്തെ. ഇന്നലെ കോഴിക്കട എന്നൊക്കെ പറഞ്ഞായിരുന്നു. തിന്നാനുള്ള കാര്യം കോഴിമുട്ടയും കോഴിക്കടയിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർമ്മയിൽ ഇട്ടേ ഗോൾഡ്. ആരുടെ കുട്ടികളേക്ക് കോഴി താല്പര്യമില്ല, ഇറച്ചിക്കട. എനിക്ക് ബീഫ് താല്പര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ചിക്കനൊക്കെ ഇന്നത്തെ ഐക്കോണിക്സ് ആണെന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചിക്കൻ ആണ് കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് അവർ ലഞ്ച്. ചിക്കൻ്റെ മുകളിൽ ആ ലെമണിൻ്റെ ഒക്കെ ടേസ്റ്റ് ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ കണ്ടോ. ഇപ്പോൾ ഈ ചിക്കൻ എങ്ങനെയാണ് പെർഫെക്റ്റ്ലി കുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. എൻ്റെ വാഴയ്ക്ക് തിരിക്കടാ അല്ലേ. എന്നാ നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ലിറ്റിൽ ഷോപ്പിംഗ് ലിറ്റിൽ മാമു ഞാൻ കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു പോർഷൻ ചെയ്ത് തരാം. അത് കൊടുത്തോ.
ഉടുപ്പ് സ്വെറ്ററെ പറ്റിക്കല്ലോ, സപ്പർത്തറയാ സ്വെറ്ററയിൽ പറ്റിക്കല്ലെന്ന്. മഹാറാണി എത്തിയിട്ടില്ലേ അവിടുന്ന്? അവിടെയാ മഹാറാണിക്ക് 5 കണ്ടാണോ അവിടെ നിന്ന് മേടിക്കണം. ഗോൾഡ് എന്നോട് അറിയണോ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ഞാൻ ഈ വീട് അങ്ങനെ പറ്റിയ പുതിയ വല്ല പ്ലാൻ അങ്ങനെ മേടിക്കണമെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചേ, ലെക്ചർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്തായിരുന്നു? അപ്പൊ അയാള് ലെക്ചർ പ്ലാനോ? ഞാൻ ഒരു പ്ലാനും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതാണ് പ്ലാൻ, ഗോൾഡ് ഉണ്ടാക്കിയ പ്ലാനാണ് കേട്ടോ ഗൈസ്. എന്നാ അച്ഛമ്മ അയ്യോ ഗായ്സ് ഞാൻ ഇത് മെസ്സപ്പാക്കി. ഗോൾഡ് പറഞ്ഞത് ഈ കുട്ടികൾ കാലിടയില്ലേ ഇന്റെ അടിയിൽ മാറി ചോറുണ്ട് ചേട്ടാ. ഇത് തിന്നാ പോരതേ. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ മാത്രം ഞാൻ ഇതിനിപ്പോൾ വേണ്ടത്ര പരിഗണന കൊടുക്കൂ. ആ ഇത് ഇങ്ങനെ ഇതിന് വേണ്ടി വേറെ പാത്രം കഴുകാൻ മയ്യക്ക്. ഇന്റെ പ്ലാൻ നീ കേൾക്കണില്ലേ? ഇതേ അലമാരിയുടെ പ്ലാൻ നടത്തുന്നുണ്ട് പിള്ളേർ കേട്ടോ. അവിടെ ഇവിടെ നമ്മൾ തപ്പിയപ്പോൾ ഒരു പരന്ന പാത്രം കിട്ടി. ആരാ അവിടെ നിന്ന് വരണേ? അതെന്താ ഉരുക്കിയിട്ട് വെള്ളമാണല്ലോ വീണ്? ഓ കാരമൽ. ആ ഇത് കാരമലാണോ ഗായ്സ്? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടാ. എന്നാലും ഞാൻ ഇനി ഒന്നും കൂടി ആ വീണു വീണു വീണു. ഇങ്ങനെയാണോ ഗായ്സ്? ഫിലിപ്പിനോ ലെക്ചർ പ്ലാൻ. ആ ഫിലിപ്പിനോ പ്ലാൻ ആണോ ഇത്? വെറുതെ അല്ല വീഴാഞ്ഞ്. കട്ട് ചെയ്തെടുക്കണ പോലെ അല്ല ഇത്. ഇത് ബേസിക്കലി നമ്മുടെ കാരമൽ പുഡിങ്. മറ്റേതും ഇതും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടോ അതെനിക്കറിയാം. ലെറ്റ് മീ ടേസ്റ്റ് ദെൻ. എൻ്റെ പ്ലാൻ വർക്ക് ആവുന്നുണ്ടോ? ഇത് എഗ് തന്നെയല്ലേ? എഗ്ഗിന്റെ ഉണ്ണി. പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ അതില്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് ഇവാപറേറ്റഡ്. ഓ ബഡി, എനിക്ക് കാരമൽ കസ്റ്റർഡിനേക്കാൾ ഇഷ്ടപ്പെട്ടു. ഞാൻ കൊള്ളാവോന്ന് പറ. നീ ഇന്ന് ഞാൻ ഒരു പ്ലാൻ ബി ഉണ്ട് എനിക്ക്. അവർക്ക് ഞാനിപ്പോൾ ഈ പ്ലാൻ കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടോട്ടാ അവരുടെ പ്ലാൻ നോക്കാം നമുക്ക്. അല്ല ആയ് മധുരം കണ്ട വശം മണത്തുനിന്ന് തോന്നണേ ഇറക്കിട്ടാ. അവിടെ വയ്ക്കേ, നീ കൊണ്ടിരുന്ന് കഴിച്ചോ, അവിടെ വെച്ചോ. ആ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടടേന്ന്. എങ്ങനെയുണ്ട് പേരമ്മ? ഞങ്ങൾക്കൊരു മധുരം ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ ഈ വീട്ടിൽ. അതാണ് ഞങ്ങളുടെ ഏറമ്മ. ഏറമ്മയ്ക്കാണ് മധുരം ഭയങ്കര ഇഷ്ടം. ആ ഇത് രണ്ടും മധുരം മാത്രം ഇഷ്ടമുള്ള ഒരാളുണ്ട് ഇവിടെ. വരും പ്ലാൻ. ഹലോ, ആരാ പറഞ്ഞെനിക്ക് മധുരം ഇഷ്ടമില്ലെന്ന്? പാട്ടി ഇവര് ഇന്നെ തീറ്റി മൂടിപ്പിക്കുന്നു. ഹലോ, സ്പീഡ് നല്ല പോക്കാണല്ലോ. ആ വയറമേ ബാലൻസ് ചെയ്ത് നിൽക്കണേ. ഇങ്ങനെ ആമരണം കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അമ്മ നീ കഴിച്ചു നോക്കിയമ്മ, നല്ലതാ. ഡേ ഇവള് കൈ കൊണ്ട് കാണിക്കുക അച്ഛമ്മ നോക്കിയോണ്ടേ. ഇങ്ങനെ ഇങ്ങോട്ട് തായോ ഇങ്ങോട്ട് കുഞ്ചാടാ. ഒരു ശല്യം ബഹളം ഒന്നുമില്ല. എന്ത് രസമായിട്ട് തിന്നണേ നോക്കിയേ. കുറച്ചും എടുക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ ഇരുന്നാ. ഏറിക്ക് മനസ്സിലായി ഇതിപ്പോഴൊന്നും തീരാളല്ല അന്ന്. അന്നോ ഒരു പീസ് എടുത്തിട്ട് വാ. ഇത് കൊണ്ടേക്കോണെങ്കിൽ പാത്രം നല്ല ഫ്ലാനാട്ടാ. കുറച്ച് മധുരം കൂടിപ്പോയി. മധുരം അത് ഈ കാരമലിനെ മാത്രം മധുരമേ ഉള്ളൂ. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്ട്രോങ് കസ്റ്റഡി ഫ്ലേവേഴ്സ്. ഐ ലൈക്ക് ഇറ്റ്. കൊയ്യോ ഇല്ല തീർന്നു. അമ്മ കൊണ്ടുവരുന്നുണ്ട്.
സന്തോഷമായിട്ടുണ്ടല്ലേ റമ്മയ്ക്ക് സന്തോഷമായിട്ട് വയറൊക്കെ പിടിച്ച് പോയി. അത് ഓഫ് ചെയ്തിടും പ്ലാൻ ഒന്ന് ഇത് മതി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്ലാൻ തീർത്തിട്ട് അടുത്ത പ്ലാനായിട്ട് വരാം. എന്താ സന്തോഷം മതി മതി ആവശ്യത്തിനായി ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഉറങ്ങിയാൽ എണീക്കില്ല. സോ ബാക്ക് ഡിന്നർ ടൈമാണ് കേട്ടാ. ഇതൊക്കെ 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇതാ ഫ്ലാനും പോയി ചിക്കനും പോയി എല്ലാം പോയി. അമ്മയ്ക്ക് ഞാൻ കസതിയ ഉണ്ടാക്കി കൊടുത്തു. ഞാനിരിക്കുന്ന സ്ഥലത്തിരുന്നു. ആ അതെ ആ വിശപ്പുള്ളവർക്ക് കൊടുക്കാം അങ്ങോട്ട്. അയ്യോ വിശന്നിട്ടേ എന്താ വിശപ്പെന്നറിയോ? ഡേ ഈ കുട്ടിയുടെ പ്ലേറ്റിൽ വെച്ചെടുത്തറേ. ഇവർക്ക് ഡിന്നർ മുട്ടയാണ് കേട്ടാ. കാരണം ആവശ്യത്തിന് കാപ്സ് വരുന്നത്തേക്കുള്ളത് കഴിച്ചു ഉച്ചക്കിലേക്ക്. അപ്പോൾ ദേ ഈറ്റിംഗ് 1 egg. മേ ബി ദേ ഫിനിഷ് ഇറ്റ് ഓഫ്. ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അവർ. മുട്ട തിന്നു, കുറച്ച് കെസന്തിയ തിന്നു. ഇതൊന്നും പോരാണ്ട് ചീസ് പാക്കറ്റ് പിടിച്ചു. ആ ഒരാൾ പോണു ചെറിയ എൻ്റെ അച്ഛൻ ആരാത്രേ. ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചീസ് വേണത്രേ. അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല ചേട്ടാ, അത് വേറെ കാര്യം. എല്ലാം നോക്കി മുട്ട കഴിച്ചു, ഇത് കഴിച്ചു, അമ്മേരെ കെസതിയെ കഴിച്ചു. കെസതിയയിൽ നിന്ന് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ചീസ് വേണം. അപ്പോൾ 1/2 കിലോ ചീസ് തിന്നു. ഏയ് പ്രിങ്ങ് കീപ്പിട്ടിക്ക് പോയാ മേശന്ന് സൗണ്ട് കിട്ടില്ല. ആ അവൾക്ക് മതി, അവൾ ആവശ്യത്തിന് കഴിച്ചു. ഏറെ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹലോ അതിന് ജീവുള്ള തൊലിയത് പിച്ച് പറിക്കണേ. ഇതിൻ്റെ ഇവളുടെ വായമ്മ ഒരു കുരു എന്തൊക്കെയോ വരുന്നുണ്ടേ. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. നല്ല കരച്ചിലായിരുന്നു ഇവിടെ. എന്തിനാണെന്ന് മനസ്സിലായില്ല. ആ മതി പോയവർന്ന്. ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കിട്ടാ. ഇനി ഞാനത് എടുക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാ തല ഞാൻ എൻ്റെ കസതി അവിടെ ബിയറല്ലത് ബിയ ദേവു ബിയ. എന്നാ നീ എനിക്ക് ഇവിടെ തന്നാണ് എനിക്ക്. ഇന്നത്ര താടിന്നെ ഇവിടെ. ഓ ഞാൻ മുടി തന്നെ നമുക്ക് മുടി ഇവളുടെ മുടി വായിലേക്ക് പോയി. ആ ആട്ടര മാവിനുണ്ടാക്കിയത് ആട്ട. ഈ കാലം നീറി വെക്കിയോ? കള്ളുടിച്ചോരെ പോലെ നിൽക്കണ്ടേ? ബൈ പറയാം നമുക്ക്. ബൈ പറയാ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചല്ലോ. അപ്പോൾ രാജേഷ് വൈദ്യക്ക് ഇനി ഭക്ഷണം കൊടുക്കട്ടെ. വല്ല വീണ എങ്ങനെ വേണം? വീങ്ങാൻ വേണ്ട. ഓ സമാധാനം. ഒരെണ്ണം വേണ്ടാന്ന് പറഞ്ഞു. ഇന്നടിച്ചിട്ട് നോക്കുക. അപ്പോൾ പുതിയ സാധനം അവളെ ഞാൻ നോക്കുമല്ല. എനിക്ക് ഈഗോയൊന്നുമില്ല. ഈഗോ നിനക്കാണ്. ഈഗോ അത്ര എന്തി മാറ്റ്. നിങ്ങൾക്കല്ല ഈഗോ. ഓക്കെ ഗായ്സ്, ഞങ്ങൾ 3 പേര് മാത്രമാണ് ഇന്ന് ബൈ പറയുന്നത്. ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാൻ. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ പൂപ്പാ. സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാൻ. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ പൂപ്പാ. രാജേഷ് വൈദ്യ ഉണ്ട് ഇവിടെ. എല്ലാവരും വലിച്ചു തൂരിക്കാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞു. പോ, get out, house.